പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പൊള്ളിക്കുന്ന ചില അനുഭവങ്ങൾ വളരെ വികാരഭരിതമായി തോന്നിയിട്ടിരിക്കുന്ന പുസ്തകമാണ്. അത് നൽകുന്ന ഒരു സുന്ദരമായ സന്ദേശം എൻ്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനെയാണ്: ഒരാളുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട അധ്യായങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും കാരണക്കാരായി തീരരുത്. പറ്റുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ തെളിഞ്ഞ അധ്യായങ്ങൾക്ക് നിങ്ങൾ മുഖാന്തരമായിട്ട് മാറും. കമ്പളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം വായിക്കുമ്പോൾ അതിൽ മോശപ്പെട്ട അച്ഛനും മെത്രാച്ചനും ചുറ്റുപാടിൽ 4 പേരെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോണ കാര്യമൊന്നും മാത്രമല്ല, അത് നേതൃത്വത്തിന്റെ ഒരു ഗുണം. നല്ല നേതൃത്വം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാലും നമ്മുടെ പിന്നാലെ വരുന്നവർക്ക് പിന്തുടരാൻ കൊള്ളുന്ന നന്മയുടെ എന്തെങ്കിലും ഒന്ന് അവശേഷിപ്പിക്കാൻ പറ്റും. ഈ നേതൃത്വ പരിശീലന ക്യാമ്പ് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ചുറ്റുപാടുള്ള മനുഷ്യർക്ക് പ്രചോദനമായി, അവർക്ക് അനുകരണീയമായി എന്തിനെയെങ്കിലും അവശേഷിപ്പിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ദൈവമക്കളായ നമുക്ക് ജീവിതത്തെ ഏറ്റവും നേതൃത്വ പാഠവത്തോടെ മുന്നോട്ട് നയിക്കാൻ അത് സാധ്യതമായി തീരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്യാമ്പ് വിജയകരമായി തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ജീവിതത്തിൻ്റെ ഒരിക്കലും ഇരുണ്ട അധ്യായത്തിന് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാരണക്കാരാണ്. പറ്റുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ തെളിമയുള്ള വെളിച്ചമുള്ള അധ്യായങ്ങൾക്ക് മുഖാന്തരമായി തീരാൻ പറ്റും. വിദ്യാർത്ഥി നേതൃത്വ പരിശീലന ക്യാമ്പ് ഇഗ്നൈറ്റ് എന്ന പേരിൽ ഈ പരിശുദ്ധ ദൈവാലയത്തിൽ ഈ ദിവസം നടത്തുമ്പോൾ ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ. എഴുന്നള്ളി വന്നിരിക്കുന്ന അഭിയന്യ പിതാവ് ഈ സമ്മേളനത്തിൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇഗ്നൈറ്റ് എന്ന പേരിലുള്ള
മൂന്നും വ്യത്യസ്ത തലങ്ങളിൽ പ്രയോജനപ്പെടുത്തും. ഒന്നാമത്തത് ജനാധിപത്യമാണ്. എല്ലാവരോടും ജൂനിയർ വിഭാഗം സംഗീതത്തിൽ അസോസിയേഷൻ തലത്തിൽ 3ാം സ്ഥാനം നേടി സംഗീതം ആരംഭിച്ച് 19 മദ്രാസങ്ങളിൽ നിന്നും 1ാം സ്ഥാനം A ഗ്രേഡ് നേടിയ പ്രിയ ലതിക സ്നേഹ ഉപഹാരം ഏറ്റുവാങ്ങുന്നു. കൺഗ്രാജുലേഷൻ. താങ്ക് യു.